എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നിങ്ങളോടൊരു ഹൊറോസ്കോപ്പ് നിങ്ങളുടെ എടുക്കുന്നു, അതിനൊരു ഏകീകൃത സ്വഭാവമുണ്ട്. നമ്മളെ സോഫ്റ്റ്വെയറിൽ അടിച്ചാലും കബഡിയിൽ എടുത്താലും അല്ലെങ്കിൽ കണക്ക് കൂട്ടിയെടുത്താലും ഒക്കെ ആ ഒരു സെയിം ഒരു ഗ്രഹസ്ഥിതി, ഗ്രഹങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥിതി കിട്ടും. അതുവരേക്കും കണക്കാണ്. അതിനുശേഷമുള്ള ഫലങ്ങൾ ഈ ജ്യോതിഷത്തിന്റെ ഋഷിമാരുണ്ടാക്കിയ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതേ പറയാൻ വഴിയുള്ളൂ. അപ്പൊ ഞാൻ പറയില്ല അതൊരു സയൻസിന്റെ കണ്ണുകൊണ്ട് ഇത് എങ്ങനെ പറയുന്നു എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കത് മറുപടി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരോട് ഇത് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥം. ഇപ്പം അതിപ്പോ എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നറിയില്ല. ഓരോ ഭാവങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ജ്യോതിഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, 12 ഭാവങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ഇപ്പൊ ഒരു സ്വർണം ഒരാളൊരു പ്രശ്നം അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന എന്തെന്നുള്ള പ്രശ്നം വന്നാൽ അതിൽ നിൽക്കുന്ന ഗ്രഹത്തെ സംബന്ധിച്ച് പറയണമെന്നാ. ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. അത്രേ ഉള്ളൂ കഥ. അല്ല അതിനെ ഒരു സയൻസിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോയാൽ പറ്റത്തില്ല. ചിലപ്പോൾ ജ്യോതിഷം നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റുമോ? സംസ്കൃതങ്ങളിലൊക്കെ ഉണ്ട്, PG ഉണ്ട്.